നമസ്കാരം. കേരളത്തിൽ വിനോദസഞ്ചാരികൾക്കേറെ പ്രിയപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് വർക്കല. വർക്കല ഒരു വിനോദസഞ്ചാര കേന്ദ്രം എന്നതിലുമുപരി പാപനാശം പോലുള്ള പുണ്യസ്ഥാനങ്ങളും അവിടെ സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശങ്ങളിൽ നിന്നും നിരവധി സഞ്ചാരികൾ അവിടെ എത്താറുണ്ട്, വിനോദത്തിനായും പുണ്യം തേടിയും. അതുകൊണ്ട് തന്നെ വർഷത്തിൻ്റെ എല്ലാ ദിവസവും അവിടെ സീസണൊന്നും നോക്കാതെ തന്നെ വിനോദസഞ്ചാരികൾ ധാരാളം എത്തിച്ചേരുന്നൊരു പ്രദേശമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിൽ വിനോദസഞ്ചാരികൾ എത്തിച്ചേരുമ്പോൾ അവരെ സംബന്ധിച്ച് ആ പ്രദേശത്ത് പ്രധാനമായി വേണ്ടത് ആ പ്രദേശത്തിൻ്റെ ഒരു സൗന്ദര്യവും അല്ലെങ്കിൽ ഒരു ആകർഷണീയതയും ഒക്കെ രണ്ടാമതേ വരുന്നുള്ളൂ. അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവരുടെ സുരക്ഷയാണ്. ജീവനാകട്ടെ സ്വത്തിനാകട്ടെ ഇവ രണ്ടിനുമുള്ള സുരക്ഷയാണ് പ്രധാനപ്പെട്ടത്. അതിനുശേഷം ആകർഷണീയത, അങ്ങനെ എല്ലാം കൂടി ചേരുമ്പോൾ നല്ലൊരു വിനോദസഞ്ചാര കേന്ദ്രമായി ഒരു പ്രദേശം വികസിച്ചു വരുന്നു. വർക്കലയെ സംബന്ധിച്ച് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, കഴിഞ്ഞ കുറേ കാലങ്ങളായി, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 1.5-2 വർഷങ്ങളോളമായി, അതിനും അപ്പുറത്തേക്കുണ്ട്, ഈ ഒരു ജിഹാദികളുടെ അഴിഞ്ഞാട്ടമാണ് അവിടെ നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റെസ്റ്റോറൻറ്റുകളിലും വഴിയോരങ്ങളിലുമെല്ലാം വിനോദസഞ്ചാരികൾ നിരന്തരം ആക്രമണങ്ങൾക്കും അസഭ്യവർഷങ്ങൾക്കും ഇരയാകുന്നൊരു പ്രദേശമായി വർക്കല മാറിയിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാരണമായി പോലീസുകാർ പറയുന്നത് ലഹരിയുടെ വർധനയാണ്. ലഹരിയുടെ ഉപയോഗം മാത്രമല്ല, ലഹരിയുടെ വിൽപ്പനയും വ്യാപകമായി വർക്കല പോലുള്ള പ്രദേശങ്ങളിൽ ഈ ജിഹാദികളുടെ കാർമ്മികത്വത്തിൽ നടക്കുന്നുണ്ട് എന്നാണ് പോലീസിലെ വൃത്തങ്ങൾ പറയുന്നത്. പക്ഷേ ഏറ്റവും ഈ കുറ്റകൃത്യങ്ങൾ നടക്കുന്നതിലും ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു വസ്തുത, പലപ്പോഴും നിയമത്തിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ളൊരു നടപടി ഇവർക്ക് നേരെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ കാര്യകാരണങ്ങൾ അന്വേഷിച്ച് പോകുമ്പോൾ അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ സ്വാധീനങ്ങളാകാം, അല്ലെങ്കിൽ ഈ ഒരു മതത്തിന് തന്നെ, ഒരു പ്രത്യേക മതത്തിന്, ഈ ജിഹാദികൾക്ക് കേരളത്തിലൊരു പ്രത്യേക സുരക്ഷ പല വിഭാഗങ്ങളും ചേർന്നൊരുക്കാറുണ്ടല്ലോ. അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു പോലീസുകാരെല്ലാം ഞാൻ അടച്ചു കുറ്റം പറയുകയല്ല, കാരണം പലപ്പോഴും സത്യസന്ധരായിട്ടുള്ള വർക്കലയിൽ ജോലി ചെയ്യുന്ന സത്യസന്ധരായ നിരവധി ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സംസാരിക്കാനിടയാകുമ്പോൾ നമുക്കറിയുവാൻ കഴിയുന്നത്, അവർ പറയുന്നത് കൃത്യമായിട്ട് ഞങ്ങൾ എന്തെങ്കിലും ഒരു നടപടി എടുത്തു കഴിഞ്ഞാൽ ഇരവാദം മുഴക്കി ഇസ്ലാമോഫോബിയാണ് എന്നുള്ള ഒരു ആരോപണം, അങ്ങനൊരു പട്ടം ഞങ്ങളുടെ നെറ്റിയിൽ ചാർത്തി ഒട്ടിച്ചു തരും, സംഘിച്ച പട്ടം ചാർത്തും. അവർ പറയുന്നത് സംഘിപ്പട്ടം ചാർത്തപ്പെട്ടാലും ഈ ഇസ്ലാമോഫോബിയ, ഞാനൊരു വെറുപ്പ് നിറഞ്ഞ രാഷ്ട്രീയം കയ്യിലെടുക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളൊരു പ്രതിച്ഛായ എന്നിലുണ്ടായാൽ അതെൻ്റെ സർവീസിനെ തന്നെ ബാധിക്കും. തന്നെയുമല്ല, അത്തരത്തിലൊരു വെറുതെ എന്തിനാണ് ആവശ്യമില്ലാത്തൊരു ചീത്തപ്പേര്, യാതൊരു വസ്തുതയുമില്ലാത്തൊരു ചീത്തപ്പേര് വാങ്ങി വയ്ക്കുന്നത് എന്നുള്ള ചിന്തയിൽ പല പോലീസുകാരും ഇതിന് നേരെ കണ്ണടച്ച് ഒഴിഞ്ഞു മാറിപ്പോവുകയാണ്. അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്നത് അവിടെ എത്തുന്ന വിനോദസഞ്ചാരികളും ഇക്കഴിഞ്ഞ ദിവസം കുത്തേറ്റ് വീണ സുദർശനെ പോലുള്ള വിനോദസഞ്ചാരികളും ആ വർക്കല എന്ന പ്രദേശവും തന്നെയാണ്. ആ പ്രദേശത്തിൻ്റെ കീർത്തി ഇപ്പോൾ അപകീർത്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്, ഒരു കുപ്രസിദ്ധിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏക കാരണം ഈ ജിഹാദി സംഘങ്ങളാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കൃത്യമായിട്ട് ആലോചിച്ച് നോക്കൂ, ഇവരുടെ മറ്റെല്ലാ മേഖലകളിലുമുള്ള പ്രവർത്തനങ്ങൾ പോലെ തന്നെയാണ് വർക്കലയിലെയും പ്രവർത്തനങ്ങൾ. അതിൽ നിന്ന് മാത്രം എത്ര ആസൂത്രിതമായിട്ടാണ്, അല്ലെങ്കിൽ ഒരുപാട് നീളമുള്ള ശൃംഖലയുടെ കണ്ണികളാണ് ഈ വർക്കലയിലും പ്രവർത്തിക്കുന്നതെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാവും. ഒരു മുതിർന്ന ക്രിമിനൽ മുഹമ്മദ് അലിയുടെ ഒപ്പം പ്രായപൂർത്തിയാകാത്ത 2 പേർ. ആ പ്രായപൂർത്തിയാകാത്ത 2 പേരിൽ ഒരാളാണ് ഈ സുദർശനെ ആക്രമിച്ച ആയുധമായ കത്തി ഓൺലൈനിൽ വിലയ്ക്ക് വാങ്ങിയത്. മുഹമ്മദ് അലി കുറ്റക്കാരനാകാം, കുത്തിയതുപോലും മുഹമ്മദ് അലി ആണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ സംശയമുണ്ട്. പ്രായപൂർത്തിയാകാത്തൊരു അക്രമിയാണ്, ജിഹാദിയാണ് കുത്തിയതെങ്കിൽ അതിൻ്റെ വിചാരണയും നടപടികളും വേറെയാണ്. കൃത്യമായിട്ട് നിയമത്തിൻ്റെ പഴുതുകൾ പഠിച്ച് ആര് എന്ത് ചെയ്താൽ രക്ഷപ്പെടും എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെയാണ്, ഒരു ലഹരിക്ക് അടിമപ്പെട്ട് നടത്തിയ ഒരു കുറ്റകൃത്യമല്ല സുദർശൻ്റെ നേരെയുള്ള ആക്രമണം. സുദർശൻ്റെ നേരെയുള്ള ആക്രമണത്തിൻ്റെ ഒരു പശ്ചാത്തലം പറഞ്ഞു കഴിഞ്ഞാൽ, എന്തിനാണ് സുദർശൻ ആക്രമിക്കപ്പെട്ടത്, അത് ഇത്രയും നേരം ഞാൻ പറയാത്തത് പ്രേക്ഷകരെ അത്രയും നിസ്സാര സംഭവത്തിൻ്റെ പേരിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് തയ്യാറാകുന്ന ജിഹാദികളുടെ മാനസികാവസ്ഥയൊന്ന് മനസ്സിലാക്കിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഒരു ലാസ്റ്റ് പഞ്ച് ലൈനായിട്ട് അതിനെ മാറ്റിവെച്ചതാണ്. സുദർശൻ ആക്രമിക്കപ്പെട്ടതിന് കാരണമായി ജിഹാദികൾ, മുഹമ്മദ് അലിയും കൂടെ ഉണ്ടായിരുന്ന കുഞ്ഞ് ജിഹാദികളും പറഞ്ഞത്, സുദർശൻ കേട്ടുകൊണ്ടിരുന്ന ബ്ലൂടൂത്തിൽ പാട്ട് കേട്ടുകൊണ്ടിരുന്ന സുദർശൻ്റെ ബ്ലൂടൂത്ത് സ്പീക്കറിൽ നിന്ന്, ഹെഡ്ഫോണിൽ നിന്ന് സ്വരം പുറത്തേക്ക് വരുന്നു, അതവർക്ക് അസ്വസ്ഥതയുണ്ടാക്കി എന്നാണ്. സുദർശൻ ഇനി വല്ലോ ഭക്തിഗാനവുമാണോ കേട്ടിരുന്നത് എന്ന് അറിയില്ല, കാരണം നമുക്ക് ലഭ്യമായ CCTV ദൃശ്യങ്ങൾ ഞാൻ പ്രേക്ഷകരെ കാണിക്കാം.
ഒന്ന് കണ്ടു നോക്കൂ. ആ CCTV ദൃശ്യങ്ങളിൽ ആ പാട്ട് എന്തായിരുന്നു? വല്ല ഭക്തിഗാനമായിരുന്നു, ഹിന്ദു ഭക്തിഗാനമായിരുന്നു? അതാണോ ഈ ജിഹാദികൾക്ക് ഭ്രാന്തിളക്കിയത്, ഹാലിളക്കിയത് എന്ന് അറിയില്ല. പക്ഷേ അതാണ് കാരണം പറഞ്ഞത്. അതിൻ്റെ പേരിലാണ് ആക്രമണം നടന്നത്. ഇത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് സൗത്ത് ക്ലിഫ് എന്നൊക്കെ, വർക്കലയിലെ സൗത്ത് ക്ലിഫ് എന്നൊക്കെ പറയുമ്പോൾ ഏത് പാതിരാത്രിക്കും ഇറങ്ങി ധൈര്യമായി നടന്ന് മനോഹരമായ നിലാവും കാറ്റുമേറ്റ് നടക്കാവുന്ന, കടകൾ പലപ്പോഴും തുറന്നിരിക്കുന്ന, ഇരുട്ട് വെളുക്കുവോളം തുറന്നിരിക്കുന്ന ഒരു പ്രദേശമായിരുന്നു. ഇപ്പോൾ 11 മണിക്ക്, രാത്രി 11 മണിക്കാണ് ഈ സംഭവം ഈ കഴിഞ്ഞ ദിവസം അവിടെ നടന്നിരിക്കുന്നത്. ചിന്തിച്ച് നോക്കുക. ആളുകൾ പലരും നിസ്സംഗതയോടെ കടന്നു പോകുന്നത് പ്രേക്ഷകർക്ക് ഈ ദൃശ്യത്തിൽ കാണുവാൻ സാധിക്കും. എന്നിട്ട് ഒടുവിൽ ആളുകൾ തന്നെയാണ് വന്ന് ഇവരെ പിടിച്ചു മാറ്റുന്നത്. പക്ഷേ തുടക്കത്തിൽ ഈ അക്രമം തുടങ്ങുമ്പോൾ പലരും നിസ്സംഗതയോടുകൂടി ഇത് ഞങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ല എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇത് ഞങ്ങളിവിടെ സ്ഥിരമായി കാണുന്ന ഒരു സംഭവമാണ്, അതിലൊന്ന് മാത്രമാണ് എന്നുള്ളൊരു ഭാവത്തിൽ അവർ നടന്നു പോകുന്നത് പ്രേക്ഷകർക്ക് കാണുവാൻ സാധിക്കും. അതാണ്, ആ ദൃശ്യമാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. കാരണം അവിടെ നിത്യസംഭവങ്ങളായി ഈ കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നിസ്സംഗരായി നടന്നു പോകുന്ന ആളുകൾ. പിടിച്ചു മാറ്റാൻ വരുന്ന കടക്കാരുൾപ്പെടെയുള്ള ആളുകളുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കുത്തേറ്റ് സുദർശൻ ഒരു ഗുരുതരാവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാണ് ഇത്തരത്തിലുള്ള പിടിച്ചുമാറ്റലുകൾ പലപ്പോഴും അവിടെ നടക്കുന്നത്. കാരണം ആൾക്കാർക്ക് അടുക്കാൻ അവിടെ സ്ഥിരമായിട്ട്, പ്രദേശവാസികൾക്ക് ഇത്തരത്തിലുള്ള ജിഹാദികളുടെ ആക്രമണങ്ങൾ തടയുവാൻ ഭയമാണ്. കാരണം ഒരുപക്ഷെ അവരും ആക്രമിക്കപ്പെട്ടേക്കാം, അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും ജിഹാദികളുടെ എന്തെങ്കിലും ഒരു ലക്ഷ്യം പരാജയപ്പെടുത്തിയാൽ അവരുടെ വീടും കുടുംബവും ഒന്നും സുരക്ഷിതമല്ല. പിന്നെ അത്രത്തോളം വ്യാപകമാണ് ഈ ശൃംഖല അവിടെ. അതുകൊണ്ട് തന്നെ അധികൃതരുടെ എത്രയും കൃത്യമായിട്ടുള്ളൊരു ശ്രദ്ധ, കർശനമായിട്ടുള്ള നടപടികൾ ഇത്തരത്തിലുള്ള ജിഹാദികൾക്കെതിരെ ഉണ്ടാകണമെന്നുള്ളത് തത്വമയി ന്യൂസിൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. കാരണം വർക്കല എന്നുള്ളത് അത്ര ചെറിയൊരു വർക്കലയല്ല. വിനോദസഞ്ചാര കേന്ദ്രമാണ്, പുണ്യസ്ഥാനമാണ്, പാപനാശം ആണ്. പക്ഷേ അവിടെ ഇപ്പോൾ പാപങ്ങൾ നുളക്കിയാണ് പുഴുക്കളായി, ജിഹാദി പുഴുക്കളായി. ആ പുഴുക്കളെ ഇല്ലായ്മ ചെയ്തേ മതിയാവുകയുള്ളൂ. അത് കാലത്തിൻ്റെ ആവശ്യമാണ്, വർക്കലയുടെ ആവശ്യമാണ്, തിരുവനന്തപുരത്തിൻ്റെ ആവശ്യമാണ്, കേരളത്തിൻ്റെ ആവശ്യമാണ്. കാരണം വിനോദസഞ്ചാരം എന്നും കേരളത്തിൻ്റെ വലിയൊരു സാമ്പത്തിക സ്രോതസ്സാണ്. ആ സ്രോതസ്സിനെ കോവളത്ത് ഏതാണ്ട് നശിപ്പിച്ച് കുഴിച്ചു മൂടിക്കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് വർക്കലയും വെളിയും പോലുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളാണ്, ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. വിദേശികൾ വന്നില്ലെങ്കിലും സ്വദേശികൾ വന്ന് മനസമാധാനത്തോടു കൂടി കേരളത്തിൻ്റെ ഭംഗി ആസ്വദിച്ച്, കേരളത്തിൻ്റെ ആതിഥേയത്വം ആസ്വദിച്ച്, കേരളത്തിൽ വന്ന് പാപനാശനം ചെയ്ത് മടങ്ങിപ്പോകുന്ന സ്ഥാനങ്ങളാണ്, വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ്. ആ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സംരക്ഷിക്കപ്പെട്ടേ മതിയാകുകയുള്ളൂ. അതുകൊണ്ട് നിയമത്തിൻ്റെ ഭാഗത്ത് നിന്ന് കർശനമായ നടപടികൾ തന്നെ ഉണ്ടാകുമെന്നാണ് തത്വമയി ന്യൂസിൻ്റെ പ്രതീക്ഷ. എന്തായാലും ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നിങ്ങളും കൂടി ആവശ്യപ്പെട്ടാൽ മാത്രമേ, ഒരുപക്ഷെ സംഘടിതമായൊരു ആവശ്യം ഉയർന്നാൽ മാത്രമേ അധികൃതരും ഉണർന്ന് പ്രവർത്തിക്കുകയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സത്യസന്ധരായിട്ടുള്ള ഉദ്യോഗസ്ഥർ നിരവധിയുണ്ട്. അവർക്ക് പിന്തുണയ്ക്ക് ആളുണ്ട് എന്ന് കണ്ടാൽ ഞങ്ങൾക്ക് അനാവശ്യമായ പട്ടങ്ങൾ തരപ്പെടുകയില്ല. അതിനെ തടയുവാൻ ഞങ്ങളുടെ പിന്നിലുമുണ്ട് ഒരു ജനസമൂഹം എന്ന ഒരു വിശ്വാസം അവർക്കുണ്ടായാൽ ഒരുപക്ഷെ അവർ ഉണർന്നെഴുന്നേറ്റ് പ്രവർത്തിക്കുമായിരിക്കാം. അതിന് നിങ്ങളുടെ കമൻറ്റുകൾ ഒരുപക്ഷെ സഹായകരമായേക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വിഷയത്തെ സംബന്ധിച്ച് കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം ഈ വീഡിയോ പരമാവധി നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.